എക്കണോമിക്സിലെ കുറേ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് മരിയ മിസ് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എൻ്റെ പോർഷനിൽ നിന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, GNP റിപ്പീറ്റഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ എന്താണ്? GNP നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ NNP ആണോ, NDP ആണോ, ഗ്രോസ് വാല്യൂ ആഡഡ് ആണോ, നാഷണൽ ഇൻകം ആണോ? GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് ഐറ്റംസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുന്നത്? നെറ്റ് ആണ്. അപ്പം നെറ്റ്, അപ്പോൾ ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മാറി G മാറി എന്ന് വരെ നെറ്റ് ആവും. ബാക്കി അതുപോലെ തന്നെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ NNP ആണ് ആൻസർ കേട്ടോ. NNP ആണ്. എങ്ങനെ കിട്ടിയത്? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റായി മാറി. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ തന്നെ എന്താണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ NNP ആണ് ആൻസർ. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലെ, കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് അല്ല, മാർജിനൽ കോസ്റ്റ് അല്ല, ആവറേജ് കോസ്റ്റ് ആണ്, ഫിക്സഡ് കോസ്റ്റും അല്ല. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണോ? ഫാക്ടർ കോസ്റ്റിൻ്റെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുന്നതാണോ? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണോ? ഫാക്ടർ കോസ്റ്റ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരുന്ന എക്സ്പെൻസ്, അതിൻ്റെ കൂടെ ടാക്സോടും കൂടി കൂട്ടിയല്ല നമ്മൾ മാർക്കറ്റ് വെക്കുന്നത്. അപ്പോൾ എന്താണ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് എ ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. അതായത് സപ്ലൈ കർവിൽ ഏത് പോയിന്റിലാണ് ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് ആണോ, ഷട്ട് ഡൗൺ പോയിന്റ് ആണോ, ബോത്ത് A ആൻഡ് B ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ? ഏത് പോയിന്റിലാണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ചാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ ഒത്തിരി തവണ പറഞ്ഞതാണ്. If cash reserve ratio is 10%, value of money multiplier. മണി മൾട്ടിപ്ലയറിന്റെ വാല്യൂ എങ്ങനെ പിടിക്കുന്നത്? മണി മൾട്ടിപ്ലയർ ഇക്വേഷൻസ് നമ്മൾ പഠിപ്പിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുപോയതാണ്. മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ക്യാഷ് റിസർവ് റേഷ്യോ 1 ഡിവൈഡഡ് ബൈ CRR ചെയ്യുന്നതാണ് എന്ത്? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് 1 മൈനസ് 10% 0.1 അല്ലെങ്കിൽ എന്താണ്? 10. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ 10 ആണ്. മണി എന്ന് പറഞ്ഞാൽ എന്താണ്? എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്സ്, ബോത്ത് A ആൻഡ് B, നൺ. മണി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ എന്താണ്? ബോത്ത് A ആൻഡ് B ആണ് ആൻസർ ബോത്ത് A ആൻഡ് B. ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. വാല്യൂ ഓഫ് എക്സ്പോർട്ടും വാല്യൂ ഓഫ് ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണോ, ബാലൻസ് ഓഫ് ട്രേഡ് ആണോ, കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണോ, ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആണോ? എന്താണ്? ബാലൻസ് ഓഫ് ട്രേഡ് ആണ്. The value of marginal propensity to consume lies between. MPCയുടെ വാല്യൂ എന്താണ്? MPCയുടെ വാല്യൂ 1-നേക്കാട്ടും കൂടാനും പാടില്ല, 0-യേക്കാട്ടിലും താഴെ പോകത്തില്ല അല്ലേ. 0 to 100 അല്ല, -1 and +1 അല്ല, 0 and infinity അല്ല, ഏതാണ്? 0 and 1 ആണ് കേട്ടോ. The institution that regulate the money supply in India. ഇന്ത്യയിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? നബാർഡ് ആണോ, RB ആണോ, WTA ആണോ, സെബി ആണോ? നബാർഡ് എന്താ ചെയ്യുന്നത്? നബാർഡ് ആൻസർ ഏതാണ്? ആൻസർ RB, ഓപ്ഷൻ ബി RB ആണ്. നബാർഡ് ഏതാണ്? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റിന്റെ കാര്യം നോക്കുന്നതാണ് നബാർഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ഇയർ പഠിച്ചാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് അല്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ട്രേഡ് കാര്യങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുന്നതാണ്. സെബി എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതാണ് സെബി. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് നമ്മുടെ മണി സപ്ലൈ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP. നോമിനൽ GDP റിയൽ GDP തമ്മിലുള്ള റേഷ്യോ എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണോ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണോ, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ആണോ, GDP ഡിഫ്ലേറ്റർ ആണോ? എന്താണ്? നോമിനൽ GDP ടു റിയൽ GDP എന്താണ്? നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP. നോമിനൽ GDP ക്യാപിറ്റൽ ലെറ്റേഴ്സിലും റിയൽ GDP സ്മോൾ ലെറ്റേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. കറണ്ട് ഇയർ പ്രൈസിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോമിനൽ GDP, ബേസ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് റിയൽ GDP. ഏതാണ് ആൻസർ? GDP ഡിഫ്ലേറ്റർ ആണ്. ഇഫ് എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ഈസ് മോർ ദാൻ ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ്, ബാലൻസ് ഓഫ് ട്രേഡ് വിൽ ബി സർപ്ലസ്, ഡെഫിസിറ്റ്, ബാലൻസ്, 0. എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവാണെങ്കിൽ എന്താണ്? സർപ്ലസ് ആണ് അല്ലേ, സർപ്ലസ് ആണ്. എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലാണെങ്കിലാണ് ഡെഫിസിറ്റ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈക്വൽ ആകുമ്പോഴാണ് ബാലൻസ് വരുന്നത്. The U shape of long run average curve അല്ലെങ്കിൽ LRAC curve is due to. LRAC curveന്റെ U ഷേപ്പിന് കാരണം എന്താണ്?
ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണോ, ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണോ, ലോ ഓഫ് ഡിമാൻഡ് ആണോ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനബിലിറ്റി ആണോ? ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഷോർട്ട് റൺ പ്രൊഡക്ഷന്റെ കാര്യമാണ് പറയുന്നത്. ലോങ് റൺ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നതായതുകൊണ്ട് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ് ആൻസർ. വെൻ ഔട്ട്പുട്ട് ഇസ് സീറോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ബി. ഔട്ട്പുട്ട് സീറോ ആണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസിംഗ് ആണോ, ഡിക്രീസിംഗ് ആണോ, 0 ആണോ, 1 ആണോ? അതായത് പ്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് ഒന്നും ഇല്ല എങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാകുന്നില്ല. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാകുന്നില്ല. ആൻസർ എന്താണ്? ആൻസർ എന്താണ് മക്കളെ? അത് 0 തന്നെയാണ്. പ്രോഫിറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ. പ്രോഫിറ്റ് എന്തിന്റെ ഡിഫറൻസ് ആണ്? ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ആണോ, ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണോ, ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണോ, മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് ആണോ? ഏതാണ്? ടോട്ടൽ റവന്യൂന്റെ, വരുമാനത്തിന്റെയും ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ചെലവിന്റെയുമാണ് ഡിഫറൻസ് ആണ്. വിച്ച് ഓഫ് ദ വൺ ഈസ് എ ഫോളോയിങ് എ സ്റ്റോക്ക് വേരിയബിൾ? സ്റ്റോക്ക് വേരിയബിൾ ഏതാണ്, ഫ്ലോ വേരിയബിൾ ഏതാണ്? ഐഡന്റിഫൈ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെൽത്ത്, ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, GDP ഏതാണ്? വെൽത്ത് ആണ് സ്റ്റോക്ക് വേരിയബിൾ, ബാക്കിയുള്ളവരെല്ലാം ഫ്ലോ വേരിയബിൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കറന്റ് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? BOP-യുടെ കറന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എക്സ്റ്റേണൽ ബോറോയിങ്, പർച്ചേസ് ഓഫ് അസറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ് ഇൻ ഗുഡ്സ്. ഏതാണ്? അല്ല, ഇൻക്ലൂഡ് ആണ് വെച്ചോ, ഇൻക്ലൂഡഡ് ആണ്. ഏതാണ്? BOP-യുടെ കറന്റ് അക്കൗണ്ടിലുള്ളത് ട്രേഡ് ഇൻ ഗുഡ്സ് ആണ് കേട്ടോ, ട്രേഡ് ഇൻ ഗുഡ്സ് ആണ്. ബാക്കിയുള്ളവരെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ട്സിലാണ്, ക്യാപിറ്റൽ അക്കൗണ്ട്സിലെ ഐറ്റംസ് ആണ്. ദ ഫേംസ് റവന്യൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഫേമിന്റെ റവന്യൂ, അതിൽ MR ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ AR, AR ഇസ് ഗ്രേറ്റർ ദാൻ MR, MR ആൻഡ് AR ഈക്വൽ ആണ്, MR ഇസ് ഗ്രേറ്റർ ദാൻ ദ P. ഏതാണ് ആൻസർ? MR-ഉം AR-ഉം ഈക്വൽ അല്ലേ? എങ്ങനെ ഡയഗ്രാം വരുന്നത്? ടോട്ടൽ റവന്യൂവിന്റെ ഡയഗ്രാം ഇങ്ങനെ P is equal to MR is equal to AR എന്നാണ് വരുന്നത്. MR-ഉം AR-ഉം പ്രൈസും ഈക്വൽ ആണ്. അപ്പം ഓപ്ഷൻ B ആണ് ആൻസർ. നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ ഇൻകം ഏതാണ്? ഏത് വാല്യൂ ആണ്? GDP MP ആണോ, GNP FC ആണോ, NDP FC ആണോ, NNP FC ആണോ? ആൻസർ ആണ് NNP FC ആണ്. നാഷണൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ ഇന്ത്യ ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റഡി ആർക്കാണ്? കസ്റ്റഡി മാത്രമല്ല മാനേജ്മെന്റും ആ ഒരു സ്ഥാപനത്തിനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റഡിയും മാനേജ്മെന്റും. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് വേണം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിനകത്ത് ഏതെങ്കിലും 5-6 കണ്ടിരിക്കും കേട്ടോ. അപ്പം മരിയ മിസ് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു, ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇത് റിപ്പീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഇത് ഒഴിവാക്കിയത് സ്കിപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എക്സാംസ് വളരെ എളുപ്പമാകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. പൊളിച്ചെഴുതുക കേട്ടോ.